ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് തനു ബാബു. ഞാൻ വരുന്ന സെൻറ്റ് ജോസഫ്സ് ഫിലിയൽ ചർച്ചിൽ നിന്നാണ്. ഞാൻ സ്വപ്നം കണ്ടതാണ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. അത് ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. അമ്മ സ്വപ്നത്തിൽ കാണിച്ചു തന്നതുപോലെ ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി. ഞാൻ 2019 +2 പാസ് ഔട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. IELTS വഴി പുറത്തു പോയി പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വെറും ഒരു 0.5 നഷ്ടമായി. ഞാൻ പിന്നെ ഒരു വഴിയില്ലാണ്ട് ഡിഗ്രിക്ക് കയറി. എൻ്റെ വീട്ടിലെല്ലാവരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. ഡിഗ്രിക്ക് കയറിയപ്പോൾ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആരും എന്നെ ആശ്വസിപ്പിക്കാൻ ഉണ്ടായിട്ടില്ല. ആകെ കിട്ടിയത് മൊത്തം സങ്കടവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു പോയത് ആ പ്രായത്തിൽ അന്നായിരുന്നു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പം മാതാവിൻ്റെ രൂപം വീട്ടിലുണ്ട്, കൃപാസന മാതാവിൻ്റെ. എന്നും അത് നോക്കി കരയും, പ്രാർത്ഥിക്കും, പോവും. മുന്നോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ് എന്ത് ചൂസ് ചെയ്യണം എനിക്കറിയില്ല. ആഗ്രഹം നേഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു. കാരണം വീട്ടിൽ നിന്നുള്ള പ്രഷറും അത് തന്നെയായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാണ്ടായിരിക്കുമ്പം ചേച്ചി, അവൾ നേഴ്സാണ് ഇവിടെ. അപ്പോൾ അവൾ ജർമ്മനിക്ക് പോയി. അപ്പോൾ വീട്ടിൽ വീണ്ടും ഒന്നുകൂടെ നോക്ക് എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഇനിയും കുറേ പൈസയും കുറേ കുത്തുവാക്കും കേൾക്കേണ്ടി വരുമല്ലോ, പൈസയാണെങ്കിൽ കളയേണ്ടി വരുമല്ലോ എന്നുള്ള ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ എല്ലാവരുടെ ഇഷ്ടത്തോടു കൂടി ഞാനും വീണ്ടും പഠിക്കാൻ തുടങ്ങി. പക്ഷേ എന്നെക്കൊണ്ട് കൂടിയാൽ കൂട്ടൂല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ആകെ വിഷമത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ആദ്യ ദിവസം ഞാൻ കിടക്കുമ്പം അമ്മ എനിക്ക് സ്വപ്നത്തിൽ വന്നു. അപ്പം വീടിൻ്റെ റൂമാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഇപ്പുറ സൈഡിൽ ഞങ്ങളെല്ലാവരും ഫാമിലി ഉണ്ട്. അപ്പുറ സൈഡിൽ നിന്ന് ഒരു കൈ എന്നെ അപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോയി. ഞാനോർത്തു ഒരു നിമിഷം മരിച്ചു പോയി എന്നാണ് വിചാരിച്ചത്. കാരണം ഫുൾ സ്റ്റക്കായിട്ടാണ് ഞാൻ ആ നിമിഷം കിടക്കുന്ന കിടപ്പിനെ ഞാൻ സ്റ്റക്കായിട്ടാണ് കിടക്കണേ. അപ്പം ഞാൻ പിന്നെ കാണുന്ന ക്രൂശിത രൂപ, അതിന് ചുറ്റും ഇങ്ങനെ എല്ലാവരും ഈശോയെ സ്തുതിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ആകെപ്പാടെ എനിക്കറിയില്ല, പെട്ടെന്ന് ഞെട്ടി എണീച്ചു. നോക്കിയപ്പം തുപ്പലൊന്നും വായിന്ന് പോലും താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആകെ ഗൂസ്ബംസൊക്കെ പോലെ എല്ലാ രോമമൊക്കെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട്, അന്ന് എൻ്റെ കൂടെ തൊട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് പഠിക്കണേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഡേറ്റ് എടുത്തു. കേരളത്തിന് പുറത്തായിരുന്നു ജർമ്മൻ എക്സാമിൻ്റെ ഫസ്റ്റ്. ഞാൻ ലിസണിങ്ങും റീഡിങ്ങും ആണ് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യണേ. ഞാൻ B1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് B2ൻ്റെ എക്സാം എഴുതണേ. ആകെ ഒന്നും അറിയില്ല, എന്താവുന്നൊന്നും അറിയില്ല. അവിടെ ചെല്ലണ വരെ സന്തോഷമായിരുന്നു. കാരണം ഇവിടുന്ന് എൻ്റെ സെൻറ്റർ എത്തുന്നവിടം വരെ ഞാൻ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിരുന്നേ. അവിടെ ചെന്ന് തലേദിവസമൊന്നും ഉറങ്ങിയൊന്നുമില്ല. പിറ്റേ ദിവസം എക്സാമാണ്. എല്ലാം കയറി, എല്ലാം ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ച പോലെ എനിക്ക് അടയാളമായിട്ട് അമ്മ പച്ചയും നീലയും നിറത്തിലുള്ള അടയാളമൊക്കെ എനിക്ക് കാണിച്ചു തന്നു. സന്തോഷം. വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു, പ്രാർത്ഥിച്ചു, കൂട്ടുകാരിക്കും വേണ്ടി ഇട്ടു. കയറിക്കഴിഞ്ഞ് ഫസ്റ്റ് റീഡിങ്ങിൻ്റെ പേപ്പർ കിട്ടിയപ്പം മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. ആകെ സങ്കടമായി. അപ്പം ഇനി എൻ്റെ മുമ്പിൽ മാർഗ്ഗമില്ല. വീട്ടിലേക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ചോദിക്കും എങ്ങനെയാണെന്ന് ചോദിക്കും. ആകെ സങ്കടം. എനിക്കാകെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ കൈ ഒപ്പി ഇങ്ങനെ അവിടെ ഹാളിൽ ഇരുന്നിട്ട് ചോദിക്കും, ഇനി ഞാനെന്ത് ചെയ്യുക, എന്നെ കൈ വിട്ടു ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് മാതാവ് എൻ്റെ മുമ്പിൽ വന്ന പോലെ എനിക്ക് തോന്നി. ആ കൈയിനകത്ത് ഫുള്ള് പ്രകാശമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മതി. പിന്നെ എല്ലാം മാതാവ് എഴുതിക്കോണമെന്ന് പറഞ്ഞിട്ട് എഴുതിയേ. നമ്മൾ OMR പോലെയാണ്, ABCD ഓപ്ഷൻസ് ആണ്. ബാക്കിയെല്ലാം മാതാവാണ് ചെയ്തത്. 1 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് അതിപ്പോൾ ജയിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്കാണ് വരിക. അപ്പോൾ 1 മാസമായി കിട്ടണില്ല. അപ്പോൾ വിചാരിച്ചു തോറ്റുപോയി എന്ന് വിചാരിച്ചു. 1.5 മാസത്തിനുള്ളിലാണ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് അത് ഓപ്പൺ ചെയ്യണേ. അതിൽ 2ലും ഞാൻ പാസ്സായി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. കാരണം എത്രയോ അറ്റംപ്റ്റ്, എത്രയോ പിള്ളേർ തോറ്റു പോണു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം. എൻ്റെ ഒരു കഴിവല്ല. രണ്ടാമത് ഇതുപോലെ രണ്ട് മൊഡ്യൂളുകൂടി ഉണ്ട്. അതും ഞാൻ എഴുതാനുള്ള പ്രിപ്പറേഷനിലാണ്. പ്രാർത്ഥിച്ചു, പഠിച്ചു. ആ സമയത്താണ് എക്സാമിന് പോയി അപ്പിയർ ചെയ്തു. ആ സമയത്ത് പോകുമ്പോഴെല്ലാം കുഞ്ഞ് കാശുരൂപം കയ്യിലുണ്ട്. അന്ന് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട്. പിന്നെ തൈലം തൂക്കും, അങ്ങനെയാണ് പോണേ.
അപ്പോൾ ആദ്യം പിന്നെ ഒരു റൈറ്റിംഗ് എക്സാം ഞാൻ അപ്പിയർ ചെയ്തു. അത് ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞു. അപ്പോഴും പപ്പ നോക്കി നിൽക്കുന്നുണ്ട് എന്നെ എങ്ങനെയാ എന്നറിയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ദൈവം ചെയ്യിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. സ്പീക്കിങ്ങിൻ്റെ എക്സാം അന്ന് തന്നെയായിരുന്നു, അത് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള കൊച്ച് ഒന്നും പറയണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം അവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ജയിച്ചു. അപ്പോൾ ഒരു നിമിഷം ഞാൻ എന്നെ മറന്നുപോയി. അപ്പോൾ ഞാനിങ്ങനെ അത് എഴുതി ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്നോട് പപ്പ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ കൊച്ചിന് കിട്ടത്തില്ല, എനിക്കേ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു നിമിഷം എനിക്കറിയില്ല, ഭയങ്കര സന്തോഷത്തോടെ റിസൾട്ടിന് വേണ്ടി നോക്കിയിരുന്നു. തോക്കുമെന്ന് വിചാരിച്ചതിന് ജയിക്കുമെന്ന് വിചാരിക്കുകയും ഞാൻ തോറ്റും പോയി. ഒരു നിമിഷം ഞാൻ എന്നെ മറന്നുപോയതിന് എനിക്ക് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കാൻ വീണ്ടും ഒരു ലെവലും കൂടെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, സ്പീക്കിംഗ് മാത്രമായിട്ട്. അത് ഭയങ്കര പാടായിരുന്നു. ഞാനും മമ്മിയും പുറത്ത് നിന്നപ്പോഴാണെങ്കിലും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എക്സാമിന് ഞാൻ അടയാളം ഇതുപോലെ തന്നെ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഒരു നീല കളർ എന്തെങ്കിലും കാണിക്കാനാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു നീല കളർ കണ്ടു, പക്ഷേ എങ്കിലും അത് ഒരടയാളമായിട്ട് കണക്കാക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആ സമയം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പാർട്ട്ണറായിട്ടുള്ള കൊച്ച് അവനിങ്ങനെ ഒരു കാശ് രൂപ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ അതൊരു നീല കാശ് രൂപമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു അടയാളമാണെന്ന് തോന്നുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമായി. കാരണം എൻ്റെ കയ്യിൽ കുഞ്ഞ് കാശ് രൂപവും അത് ഉടമ്പടി കാശ് രൂപമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ എന്നാലും അടയാളം കാണിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിനാണ് ഞാൻ കയറിയത്. അവിടെ കയറി കഴിഞ്ഞപ്പം എനിക്ക് മര്യാദയ്ക്കൊന്നും പറയണ്ടായില്ല. കാരണം അപ്പുറം നിൽക്കുന്ന കൊച്ചാണെങ്കിൽ സൗണ്ടും ബുദ്ധിമുട്ടാണ്, സ്ലാങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എക്സാം ഇറങ്ങിക്കഴിഞ്ഞപ്പം പപ്പ ഇതുപോലെ തന്നെ ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-75 കിലോമീറ്റർ ഉണ്ടാവും ആ സെൻറ്ററിൽ നിന്ന് എൻ്റെ വീട് വരെ. ഒരൊറ്റ ഇരിപ്പിനുള്ള കരച്ചിൽ അറിഞ്ഞിട്ട് എനിക്കറിയില്ല, വീടെത്തിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്തെ കണ്ണീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ മുന്നോട്ടേക്ക്, എങ്ങനെയാ ഇനിയും ഒരു എക്സാം എഴുതാനുള്ള ത്രാണി എനിക്കില്ല. അങ്ങനെ ഒരു വിഷമമായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുന്നേ കരഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് സ്വപ്നം കണ്ടത് ഇവിടെ നിന്ന് സാക്ഷ്യം പറയണയാണ്. അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പാസ്പോർട്ടിൽ ഒരു സൈഡിലെങ്കിലും ഒരു വിസ അടിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ നോക്കിയപ്പം എങ്ങനെയെന്നറിയില്ല, അത്ഭുതം മാത്രം എനിക്ക് പറയാനുള്ളൂ. മാതാവ് എനിക്ക് അതും സാധിച്ചു വന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി ജർമ്മനിയിലായിരുന്നു എന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ നേഴ്സായിട്ടാണ് പോയത്, എന്നാലും RN ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ഇതിലും പേടിയായിരുന്നു എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. കാരണം ഫസ്റ്റ് ഹോസ്പിറ്റലുകാരാണ് എല്ലാം ചെയ്യുന്നത് തന്നെ, പിന്നെ നമ്മുടെ റിസ്കിലാണ് പിന്നെ എക്സാംസ് എഴുതേണ്ടത്. കുറച്ച് കോസ്റ്റ്ലി തന്നെയായിരുന്നു എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആകെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും, മുട്ടുപായും പ്രാർത്ഥിക്കും. ഞാൻ ഈ എക്സാംസിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഒരു ബുക്കിനകത്ത് എഴുതുമായിരുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ ജീവിതത്തിൽ സ്പീക്കിങ്ങിന് അവിടെ എൻ്റെ കഴിവാണെന്ന് വിചാരിച്ച് ഞാൻ തോറ്റു പോയത് കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുപോലെ ഇവക്കും വേണ്ടി ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മമ്മി ഇതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കണവരാണ്, ഓൺലൈനാണെങ്കിലും. അപ്പോൾ എല്ലാ നിബന്ധനകളും അതുപോലെ തന്നെ പാലിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം മമ്മി ഇങ്ങനെ സ്വപ്നം കണ്ടു. ഇങ്ങനെ ഒരു ബൾബാണ് കാണുന്നത്, മൊത്തം ഒരു പ്രകാശമായിട്ടുള്ളൊരു ബൾബ്. അപ്പോൾ രാവിലെ എണീച്ചു വന്നപ്പം ഞാൻ സ്വപ്നം കണ്ടായിരുന്നു, ഈ സന്നിധി തന്നെ കണ്ടത് ഒരു സാക്ഷ്യമായി മാറട്ടെ എന്നുള്ള രീതിയിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ മമ്മി എണീച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, പ്രകാശമാണ്, ഒരു ബൾബാണ് കണ്ടത്, അതെങ്ങനെയാണ് എനിക്കറിയില്ല. അപ്പം ഞാൻ തമാശയ്ക്ക് ഒരു ബൾബോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ എക്സാമിന് കയറി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കണേ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മമ്മിയുടെ അടുത്ത് അവളിങ്ങനെ പറഞ്ഞു, മമ്മി കണ്ട ബൾബ് ഇതാണോ എന്ന് ചോദിച്ചിട്ട് അവൾ എക്സാം പാസ്സായപ്പം അവർ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് കൊടുത്ത ഒരു പേപ്പറിൽ ഒരു ബൾബായിരുന്നു ഫ്രണ്ടിൽ. അങ്ങനെ മാതാവ് എല്ലാ രീതിയിലും ഞങ്ങൾ അനുഗ്രഹിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ പോണത് നഴ്സിംഗ് പഠിക്കാനായിട്ടാണ്. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. എന്നിട്ട് ആഗ്രഹിച്ചതുപോലെ ഒരു പൈസ മുടക്കിയില്ലാണ്ടാണ് ഞാൻ പോണേ. ഒരു പൈസ മുടക്കോ ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എനിക്കെല്ലാം സാധിച്ചു വന്നു. അന്നൊരു പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടു പോയനെ, LTC എഴുതി പുറത്തു പോയിരുന്നെങ്കിൽ. അപ്പോൾ എനിക്ക് എല്ലാ രീതിയിലും അമ്മ എനിക്ക് സാധിച്ചു വന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങനെ പൊതിച്ചോറുകളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒക്കെ കൊടുക്കുമായിരുന്നു.
അതുപോലെ വഴി കാണുന്നൊരു പൈസ എൻ്റെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണെങ്കിലും ഞാൻ എടുത്തു കൊടുക്കും. അതുപോലെ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കും, ഭിക്ഷ യാചിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കും, അവർക്ക് പൈസ കൊടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ ചേച്ചിയുടെയും ചേട്ടായിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നം ഒരു നേരത്തെ കഴിക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പേർക്ക് ഞങ്ങൾ അങ്ങനെ കൊടുക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസം എനിക്കില്ലായിരുന്നു. ആ വിശ്വാസമില്ലായ്മയിൽ നിന്ന് ഇന്ന് വീട്ടിൽ എന്തുണ്ടെങ്കിലും എന്നോട് പറയും പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും. എൻ്റെ അപ്പം പറയും നിനക്ക് ഒരു വിശ്വാസമില്ല എന്ന് പറയും. പക്ഷെ ഇന്ന് എല്ലാവരും എന്നെ നോക്കും. വിശ്വാസത്തിൽ ഞാൻ ഒരുപാട് പടി മുന്നോട്ട് പോയി. ഇനിയും ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും പപ്പേനെയും അമ്മേനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ പോണത് എൻ്റെ ഈശോനെയും അമ്മ മാതാവിനെയും കൊണ്ടാണ്. ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. 142 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിഞ്ഞു, എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളുടെ കുറവുകളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകളും ഇറക്കി വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ആശ്വാസത്തിൻ്റെ കരം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് വചനം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. നമ്മളോട് തനു ബാബു എന്ന സഹോദരി ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ മകളും പറയുന്നത്, വേദനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ത്രിയേക ദൈവസന്നിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചോ അതിലൊക്കെ പരിശുദ്ധ അമ്മ വലിയ അഭിഷേകമായിട്ട് കടന്നു വന്നു. പരിശുദ്ധ അമ്മ ത്രിയേക ദൈവസന്നിധിയിൽ മധ്യസ്ഥം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾ അവർ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ഉടമ്പടിയിലെ അനുഭവങ്ങളായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്, വെയ്റ്റ് ലൂസനിങ്, അതുപോലെ തന്നെ പ്രസൻസും കമ്മ്യൂണിക്കേഷനും എന്നുള്ള കാര്യങ്ങൾ. ഈ ഒരു സാക്ഷ്യത്തിൽ ഈ കുഞ്ഞ് പറയുമ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങളും ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കങ്ങനെ ഉടമ്പടിയുടെ എല്ലാ ഫലങ്ങളും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മൾ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മുടെ ഉടമ്പടി ജീവിതം കുറവുകളില്ലാതെ ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രീതിയുള്ളവരായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാരണം. സ്നേഹം നിറഞ്ഞവരെ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വിദേശത്തേക്ക് പോകുവാനായിട്ട് ചൊരിഞ്ഞ വലിയ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ചേച്ചിയുടെ പരീക്ഷയിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം.